ഹായ് ഗെയ്സ്, എല്ലാവർക്കും കാർടെക് ഒന്നിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്കോഡ ഒക്ടോവയുടെ ലോറാം ബുഷ് എങ്ങനെ നമുക്ക് അടിക്കാം, ലോറാമിൽ എങ്ങനെ നമുക്ക് ലോറാം ബുഷ് അടിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ബുഷ് അടിച്ചു വെച്ചതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. അതായത് ലോറാം ഇതുപോലെ ഒരു ഹോള് വരുന്ന പോലെ ഒരു കട്ടിങ് ഇത് വരുന്നുണ്ട്, ഒരു ഹോളുമായിട്ട് ഒരു വശം വരുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ആ സൈഡിൽ വേണം നമുക്ക് ബുഷിൻ്റെ ഈ കട്ടിങ് കൊണ്ടുപോയിട്ട് വെക്കാനായിട്ട്. അപ്പം ഇത് എങ്ങനെ നമുക്ക് വെക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം. ഈ കാണുന്ന വലിയ ഭാഗമാണ് നമുക്ക് വണ്ടിൻ്റെ മെയിൻ ഭാഗത്തേക്ക് വരാനായിട്ട്, വീൽ ഭാഗത്തേക്ക് വരാനായിട്ട്. അതിൻ്റെ ഈ ചെറിയ ഭാഗം ഉള്ളിലേക്ക് പോകാനുള്ളതാണ്. ഇത് വേണം പുറത്തേക്ക് നിൽക്കാനായിട്ട്. നമ്മൾ ചില വണ്ടികളിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം, ഇത് ഉൾട്ടടിച്ചിട്ടൊക്കെയാണ് ഇടാറുള്ളത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വലിയ ഭാഗം ഈ ദിമ തട്ടുന്നതാണ്. അപ്പോൾ ഈ ചെറിയ ഭാഗമാണ് ഇടുന്നത് എങ്കിൽ അത് തട്ടണമെങ്കിൽ ഒരുപാട് ഇങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ബുഷിൻ്റെ ഇവിടെ അടിച്ച് പൊട്ടുന്നതാണ്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇടേണ്ട രീതി, മാർക്കുണ്ട്, രണ്ട് സൈഡിലും മാർക്കുണ്ട്. ഇപ്പോൾ ലോറാം നമുക്ക് തിരിച്ചും മറിച്ചും, നമുക്ക് ഫ്രണ്ടും ലെഫ്റ്റും റൈറ്റും നമുക്കിത് മാറ്റിയിടാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലത് മറിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എൻഡ് കൊടുത്തിരിക്കുന്ന ഭാഗം ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ഈ ബുഷിൻ്റെ നമ്പർ ഉണ്ടാവും ബുഷിൻ്റെ മുകളിൽ. ആ ഭാഗം നമുക്ക് മുകളിലായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഈ നമ്പർ വരുന്ന ഭാഗം. അപ്പോൾ ഈ നമ്പർ വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു മാർക്കർ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇപ്പുറത്തേക്കും ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ബുഷ് നമുക്ക് നേരിട്ട് ഈ മാർക്കിനോട് കറക്റ്റായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.